എന്തത്താ ഈ മിറ്റത്തിന്റെ ചേലും കോലും കെടുക്കണത്? രണ്ട് പെണ്ണുങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? മുറ്റത്തേക്ക് ഇറങ്ങൂല. അറക്കല ബീവികളമാരി ഒരാള് ഔത്തി എപ്പോഴും ഫോണിലാണ്. ഒരാളാന്നുണ്ടെങ്കിലോ ഒന്നൊരാടം പെരേക്ക് പോയിട്ടാണ്. അത് തുമ്മിയാ മതി, അത് പെരേക്ക് പോവും. എന്തത്താ നാല് പുറം കെടുക്കണ കോലം? ആരെങ്കിലും കേറി വന്നിട്ടുണ്ടെങ്കിൽ എന്താ ഇതിന്റെ ഉള്ളിൽ പറച്ചില്? ഒരു പെരന്റെ നാല് പുറാണല്ലോ ഇങ്ങനെ കെടുക്കണെന്നല്ലേ പറച്ചില്. ഇങ്ങനെ ഒന്നും മുണ്ടാൻ പാടില്ല. എന്തെങ്കിലും മുണ്ടിയ അതിനും കുറ്റാണല്ലോ. എന്ത് പറഞ്ഞാലും പരാതിയാണ്. ഇന്നിപ്പോ ആ ചെക്കൻ വരുവോളം രണ്ടും വർത്താനം പറഞ്ഞ അടുക്കളയിൽ നിൽക്കാന്നല്ലാതെ ഓരോ പണി കഴിക്കൂല. ആ പെണ്ണിപ്പോ വരുവാനെ നാല് പുറം ചീഞ്ഞു കൊടുന്നാലും ഓരവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങൂല. ഇന്ന് വെയില് കണ്ടിട്ടുള്ളേ ഇറക്കം തന്നെ ആവൂലേ മിറ്റത്തേക്ക്? മിറ്റ അടിക്കണുണ്ട്, എണ്ണി പെറുക്കണുണ്ടല്ല. എന്തത്താ ഈ പറയണ്? ഞാൻ പറയണൊന്ന് നോക്കണ്ട മളെ. അതൊന്നുമല്ല മളെ, ഞാൻ മിറ്റത്തിന്റെ ചേലും കോലും കണ്ട് പറഞ്ഞു പോയതാണ്. ഇന്റെ രണ്ട് മരിക്കളുണ്ടല്ല, രണ്ടും കണക്കാണ്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നലെ വൈകുന്നേരം ഒന്ന് വെയിലുദിച്ച് മൂത്തോളോട് ഞാൻ പറഞ്ഞു, എടി ആ മിറ്റൊന്ന് അടിച്ചു വരി എന്നുള്ളത്. ആ ഫോൺ എടുത്ത് ഔത്ത് കണ്ടു പോയി. രണ്ടാമത്തോളോട് പറഞ്ഞു. രണ്ടാമത്തോളാണെന്നുണ്ടെങ്കിലോ ചോറ് തിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൂമിന്റെ വാതിലും അടച്ചാണ്ട് കുറ്റിയിട്ടാണ്ട് കെടുക്കും. പിന്നെ ഇറങ്ങലും മൈരിപ്പിന്റെ നേരത്താണ്. അതുവരെ ഓളെ പുറത്തേക്ക് കാണൂല. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഈ നാല് പുറം ചീഞ്ഞു കെടുക്കുക കണ്ടിയില്ലച്ചി. ഓല കച്ചൽക്ക് കെടുക്കണ മഴ കൊണ്ട് പൂതലായി. ഇനി എന്തിനാ പറ്റിയത്? ഒന്നിനും പറ്റൂല. ഇന്നലെ നിങ്ങളെ മോൻ വരണത് എപ്പോഴാ വരണത്? ആടി ഓൻ ഇന്ന് വൈകുന്നേരം 7 മണിയാകുമ്പോത്തിന് എത്തേ. അപ്പൊ അതിന് ഞങ്ങളോട് കൊണ്ടുവരാൻ ചെല്ലാൻ പറഞ്ഞിരിക്കണ്. എന്നിട്ട് എല്ലാരും കൂടി കൊണ്ടുവരാൻ പോകണ്ട. കുഞ്ഞോളും കുട്ടി ഇന്ന് വരും. കുട്ടി സ്കൂളിട്ട് വന്ന് പാടേ ഓൾ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നേരെ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഷെരീഫും ഞാനും പിന്നെ എന്റെ ഏടത്തിന്റെ മോനും ഉണ്ടാവും. എന്റെ രണ്ടാമത്തോള് വരണിയാന്ന് പറഞ്ഞു. ഓളെന്താ ഓളെ പെരേക്ക് പോവാണ്. ഓളമ്മ വിളിച്ചിന്ന്. ഓളമ്മക്ക് എന്താ ആസ്പത്രിയിൽ പോവാണ്ട് നമ്മളെ കൂട്ടി പോണെന്ന് പറഞ്ഞിട്ട് നാളെ രാവിലെ വരാന്ന് പറഞ്ഞിരിക്കണ്. അതിന്റെ കഥ പിന്നെ എന്നോട് ഞാൻ പറയണ്ടല്ലോ. തുമ്മിയാ മതി ഇന്റെ പെരേന്ന് പറഞ്ഞിട്ട് മണ്ടും. അത് അങ്ങനെ ഒരു കഥ. ഷെരീഫി ഉണ്ടാ? എന്തിനാ അപ്പൊ ഷെരീഫാനൊക്കെ കൊണ്ടുപോണത്? ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്. നിങ്ങൾക്ക് ആക്കെ പറഞ്ഞുകൂടെ? നിങ്ങളെല്ലാത്തിനും ഇങ്ങനെ വളം വെച്ചു കൊടുത്തിട്ടാണ്. ഇപ്പൊ എന്റെ മകൻ ഗൾഫിൽ നിന്ന് വരുമ്പോഴേ എന്റെ മരിയോളൊന്നും ഞാൻ കൊണ്ടുപോകില്ല. നിങ്ങളൊക്കെ കുറേ വളം വെച്ചു കൊടുത്തിട്ടാണ്. നിങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാട് തട്ടിമുട്ടിയും പറഞ്ഞാട് രണ്ടോളം കൊണ്ട് ഒഴിവാക്കിക്കൂടെ? ഇക്ക് ഷെരീഫാനെ കൊണ്ടുപോകാൻ വലിയ പൂതിയൊന്നും ഇല്ല. ഓളോട് ഞാൻ പിന്നെ എങ്ങനെ പറയാ വരണ്ടാന്നുള്ളത്? എപ്പോ തൊടത്തിക്കണെന്ന് അറിയാം. ഒരുക്കാനും പോണം പറഞ്ഞിട്ട് 24 മണിക്കൂർ ഈ ഫോൺ ഇങ്ങനെ കുത്തുക എന്നിട്ട് ഓനക്ക് വിളിക്കുക. ഇന്റെ മകനാന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒരു ഇത് വേണ്ടേ? കല്യാണം കഴിഞ്ഞ പാട് ഓൻ ഗൾഫ് പോയി കാണിച്ചിട്ട് ഇനിയിപ്പോ വന്നിട്ടുണ്ടെ ഈ റൂമിൽ തന്നെ ആവും. ഞാൻ പിന്നെ ഒന്നും പറയാൻ പോക്കില്ല. ഇക്ക് കുറച്ച് അയവും കുറവും ഉണ്ടായതുകൊണ്ടേ ഞാൻ പിന്നെ ഒന്നും മുണ്ടാൻ പോക്കില്ല. പിന്നെ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? കാട്ടി കൂട്ടണ ഓർക്കൊരു ചേലും കോലും വേണം. ഇനിയിപ്പോ പറയും വേണ്ടി വരില്ല. നിങ്ങളെ രണ്ട് മരക്കൾക്ക് എല്ലാത്തിനും വളം വെച്ചെടുക്കും. പിന്നെ എങ്ങനെ ഒരു നേരാവല്? ഞാനൊക്കെ ഉണ്ടല്ലോ എന്റെ മരക്കളെ വരച്ച വരയിലല്ലാതെ നിർത്തൂല. ഞാൻ പറഞ്ഞതിന്റെ അപ്പുറം നിൽക്കൂല. കുറെയൊക്കെ നിങ്ങളും എടുത്തുണ്ട്. രണ്ടാമത്തോളാന്നുണ്ടെങ്കിലോ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. ഓൻ പിന്നെ നാടൻ പണിക്കാരനാണല്ലോ. ഓനക്ക് പിന്നെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. രാവിലെ പോവും വൈകുന്നേരം വരും, അത്രയൊക്കെ തന്നെ. ഓള് പിന്നെ ഓളെ ഫോണേ ഓളെ അമ്മക്ക് വിളിച്ചിട്ടും അങ്ങനെ ഔത്തിരിക്കും. ഓളെ കൊണ്ട് ഒന്നൊക്കെ വലിയൊരു സുയിപ്പില്ല. ഞാൻ കരുതിയത് എന്താ, എന്റെ മൂത്തോളം ഒരു കനകക്കട്ടിയാണ് എന്നുള്ളത്. ഇപ്പോഴല്ലേ മനസ്സിലായത് അത് ഒരു കനകക്കട്ടി അല്ല എന്നുള്ളത്. കുറെയൊക്കെ ഇന്റെ അടുത്തോണ്ട് തെറ്റി. ഈ നെറൂലേറ്റി കൊണ്ടടന്നിട്ടെ ഇനിയിപ്പോ വന്നിട്ടുണ്ടെങ്കിൽ അതാണ് ഫുള്ള് പുറത്താവും. ഈ ടൂറ് പോക്കും പോണ വരെ പുറത്ത് തന്നെ ആയിരുന്നു. ടൂറ് പോവുക, വൈകുന്നേരം വരും. ഇനിയിപ്പോ വന്ന പറയും വേണ്ടി വരില്ല. ഇന്റെ കുട്ടിക്ക് ഹോട്ടൽ ഭക്ഷണത്തിനോടൊന്നും ഒരു പൂതി ഉണ്ടായിരുന്നില്ല മോളെ. ഈ പെമ്പർന്നോൾ ഇങ്ങോട്ട് കേറി വന്നപ്പോ തുറത്തിയതാണ്. ഫുള്ള് ഹോട്ടൽ ഭക്ഷണം. എന്നും ഹോട്ടൽ ഭക്ഷണം തന്നെ. പോണ വരെ ഇങ്ങനെ തന്നെയാണ്. പിന്നെ ഞാൻ കുറെയൊക്കെ അത് കണ്ടില്ല കേട്ടില്ല വെച്ചിട്ട് നിന്ന്. കല്യാണം കഴിഞ്ഞ് പുതുക്കല്ലേ അങ്ങനൊക്കെ ഉണ്ടാവും എന്നുള്ളത്. ഇത് ഗൾഫ് പോയിട്ട് അങ്ങനെ തന്നെയാണ്. എത്ര പൈസ കുറച്ചെന്തോ പൈസ അയച്ചു തരുള്ളൂ. ബാക്കിയൊക്കെ ഓൾക്ക് അയച്ചു കൊടുക്കണ്ടോ ഇല്ലയെന്ന് ആര് കണ്ട്? അയച്ചു കൊടുക്കണൊക്കെ ഉണ്ടാവും. ഓളെ ഇടക്കും തലക്കൊക്കെ പെരേക്ക് പോകുമ്പോഴേ ഓളമ്മക്ക് അയച്ചു കൊടുക്കണ്ടാവും. പിന്നെ അതിനെ പറ്റി ഒന്നും ചോദ്യം പറച്ചിലൊന്നും ഇല്ല. എന്തായാലും ഓൻ വരട്ടെ. ഇന്ന് വരുമല്ലോ. വന്നിട്ട് ഓനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാണ്ട്. ഈ പേരൊന്ന് പൊളിച്ച് നേരാക്കാൻ ഓനോട് പറയണം.
നിങ്ങൾ കുറച്ച് സ്ട്രോങ്ങിൽ നിന്നാൽ മതിയെന്നോ. നിങ്ങൾ ഈ അയ്യോ പാവത്തിന്റെ മാതിരി മരുക്കളെ മുന്നിൽ നിന്നിട്ടാണ്, വേറെ ഒന്നുമല്ല. ഇജ് പറഞ്ഞ മരിക്ക് വലിയ പൂതിയൊന്നുമില്ല ഷെരീഫാനെ കൊണ്ടുപോകാൻ. എന്തായാലും ഒന്നും കൂടി പറഞ്ഞു നോക്കണം, അല്ലെങ്കിൽ കുഞ്ഞോൾക്ക് വിളിക്കണം. കുഞ്ഞോളും ഉണ്ടെന്നല്ല പറയുന്നത്, എന്തിനാ താത്താനെ കൊണ്ടുപോകണം, എന്തിനാ താത്താനെ കൊണ്ടുപോകണം എന്നൊക്കെ ചോദിച്ചിന്ന്. പറഞ്ഞിട്ട് എന്താ കാര്യം, അത് മുന്നിൽ തന്നെ ഒരുങ്ങി കെട്ടി നിന്നിക്കണ്. പിന്നെ ഇപ്പം നമ്മൾ എന്താ പറഞ്ഞിട്ട് എന്താ കാര്യം. പിന്നെ ഓൻ പറഞ്ഞിരുന്നു എനിക്ക് വൈകുന്നേരത്തിന് ചോറും കൂട്ടാനൊന്നും ഇവിടെ വെക്കണ്ട, നമുക്ക് വരുമ്പോൾ ഹോട്ടലിൽ നിന്ന് തിന്നാന്നൊക്കെ ഓൻ പറഞ്ഞിരുന്നാലേ. ഓളിന്ന് രാവിലെ എന്നോട് പറഞ്ഞു അതേതൊന്നും വെച്ചുണ്ടാക്കണ, നാളെ ഏറ്റവും വല്ല ബിരിയാണിയോ വല്ല നെയ്ച്ചോറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കണോ എനിക്ക് പറ്റിയത്. ഇജ് പറഞ്ഞ മാതിരി എന്തായാലും കുറെയൊക്കെ നമ്മളെ കണ്ണും ചോടും കൊടുക്കാതെ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ തലമ്മ കയറും. ഇൻ്റെ അടുത്ത് അതാ പറ്റിയ പാളത്ത് ഞാൻ ഒന്നും അങ്ങോട്ട് വല്ലാതെ കണ്ണും ചോടും കൊടുക്കൂല. തന്നെക്കും തന്നെ രണ്ടെണ്ണത്തിന് ഇന്നൊരു വിലയ്ക്ക്. പക്ഷെ ചെറിയോളം അങ്ങനെയല്ല കേട്ടോ. പെരേക്ക് പോവുകയാണെങ്കിലും എന്താണെങ്കിലും എന്നോട് ചോദിച്ചിട്ടേ പോവുള്ളൂ. പക്ഷെ ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഞാൻ എന്തേലും പറഞ്ഞ അപ്പം മോന്ത കയറ്റി നൊലോളിക്കൊടി പെണ്ണെ. എന്ത് പറഞ്ഞാലും അങ്ങനെ തന്നെ ഈ പെൺകുട്ടി. എന്ത് പറഞ്ഞാലും കണ്ണിൽ വള്ളാണ്ട് നടക്കും. പിന്നെ എന്താ ഞാൻ ഇതിനോട് പറയാ. പിന്നെ ഞാൻ കൂടുതലൊന്നും പറയാത്ത എന്താണെന്നറിയോ, ഓൻ വിളിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും രണ്ടും പറഞ്ഞ് വക്കാണം ഉണ്ടാക്കും. പെണ്ണ് കെട്ടിയ മുതൽക്കേ ഓനക്കൊരു മാറ്റാണ്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ കുരിപ്പേ എൻ്റെ വർത്താനം കേട്ട് നിന്നുങ്ങാണ്ട് ഇന്റെ പണി ഇവിടെ കെടുന്ന്. ഇജ്ജ് പൊയ്ക്ക, നല്ല മഴ വരണുണ്ട്. ഞാനേ കുറച്ചിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് വരണ്ട്. അല്ലെങ്കിൽ ഞാൻ നാളെ ആയിട്ട് വരണ്ട്. നമുക്ക് അപ്പം കുറേ പറയാം. ഇപ്പൊ ചെല്ലാൻ നോക്ക്, ഞാൻ ഈ മിറ്റൊക്കെ നണ്ട് അടിച്ചു വരട്ടെ. എൻ്റെ പണിയൊക്കെ കഴിഞ്ഞാ ആയിക്കോട്ടെ, എന്നാ നിങ്ങളെ പണി നടന്നോട്ടെ. ഞാൻ വെറുതെ ഇങ്ങോട്ട് വന്നതാണ്. പീടിയൊക്കെ ചെക്കനെ പറഞ്ഞയച്ചീന്ന്. സാധനം കൊണ്ടുതന്നെ കാണാനില്ല. അപ്പുറത്തെ പെരയത്തെ ആ ചെറിയ കുട്ടീനെ ഞാൻ പറഞ്ഞയച്ചീന്ന് പുളിക്ക് മീൻ കറിയൊക്കാൻ നോക്കുമ്പോളേ പുളി പണിയൊക്കെ കഴിഞ്ഞിട്ടേ അങ്ങോട്ട് വരുന്നുണ്ട്. നമുക്ക് അവിടെ ഇരുന്ന് വർത്താനം പറയാം. എന്നാ ശരി. എടി എനിക്ക് കാക്കു വന്നിട്ട് പോയാ പോരടി, അത്യാവശ്യം ഉണ്ടോ? എൻ്റെ അഞ്ചത്തിനോട് ആരോടെങ്കിലും വരാൻ പറയാ എൻ്റെ ഉമ്മാനെ കൊണ്ടുപോവാന്. നിങ്ങൾക്ക് അറിയാത്തതാണ് എൻ്റെ അഞ്ചത്തിന്റെ അമ്മായിമാരുടെ സ്വഭാവം. തീരെ പറഞ്ഞയക്കൂല. ഇവിടുത്തെ ഉമ്മ എന്നെ പറഞ്ഞയക്കണമാർക്കൊന്നേ ഓളെ പറഞ്ഞയക്കൂല. പിന്നെ ഇമ്മാക്കും തന്നെ ഞാനേ പോണതാണ് ഒരു സമാധാനം. എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാല. ഞാനാന്നുണ്ടെങ്കിലേ എല്ലാ കാര്യങ്ങളെ ചോദിച്ചറിഞ്ഞിട്ടാണ്. ഓള് പിന്നെ ഉമ്മാനെ കാണിക്കാൻ മേം പോരുക ഒളിക്കും മരുന്ന് വാങ്ങിയിട്ട്. എത്ര കാലമായി ഇമ്മാൻ്റെ ഈ കാലുവേദന തുടങ്ങിയിട്ട് എന്നറിയാം. എന്തായാലും ഞാൻ നാളെ രാവിലെ തന്നെ വരുമല്ലോ. ഞാൻ എന്നെ ഇന്നലെ കുറേ വിളിച്ച് ആ മിറ്റ് അടിച്ചു വരാൻ വേണ്ടിയിട്ട്. ഇജാന്നുണ്ടെങ്കിലേ നല്ല ഉറക്കപ്പെട്ടിക്കാ തോന്നിക്കണ്. എന്നോട് ഞാൻ എപ്പോഴും പറയലില്ല ഇജാ വാതിലടച്ച് കെടുക്കണ്ടെന്നുള്ളത്. ഇവിടുത്തെ ഉമ്മാക്ക് തീരെ ഇഷ്ടമല്ല മോളെ റൂമിന്റെ വാതിൽ കുത്തിയിട്ട് കെടുക്കുന്നത്. ഇന്നിപ്പോ ഉമ്മ മിറ്റ് അടിച്ചു വരാൻ പോയിക്കണ്. ആ ഓലക്കൊടിയൊക്കെ ചീഞ്ഞ് കെടുക്കണ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതിയാവും. ഇനിയിപ്പോൾ എന്തായാലും നാളെ അടിച്ചു വരാം. ഇന്നൊരു വെയിൽ കാണാനുണ്ട്. നാളെ വെയിലുണ്ടെന്നുണ്ടെങ്കിലേ നാളെ നമുക്ക് രണ്ടാം കൂടി ആ മിറ്റത്തിന് 4 പുറക്കൊന്ന് നേരാക്കാം. ഞാനും കരുതിന്ന് വൈകുന്നേരം അവിടെ ഒക്കെ ഒന്ന് അടിച്ചൊരു വൃത്തിയാക്കണം എന്നുള്ളത്. പിന്നെ ഉച്ചക്ക് ചോർന്നങ്ങാണ്ട് പോയി കെടുന്നതാണ്. അത് നല്ല ഉറക്കപ്പെട്ട്. പിന്നെ വാതിലടക്കാതെ പിന്നെ എങ്ങനെ കെടുക്കല്, തുറന്നിട്ടുങ്ങാണ്ട് നമുക്ക് കെടുക്കാൻ പറ്റുക? ഇമ്മാരൊക്കെ നോക്കി നിന്നാ പിന്നെ അതിനെന്നെ നേരം കാണുള്ളൂ. കാക്കു വരണ ഏത് തന്നെയാണ്. ഇത്താന്റെ മുഖത്തെ നല്ലോ സന്തോഷം ഉണ്ടെന്ന്. ഒരു തെളിച്ചം വെച്ചിക്കണ മുഖം. അതെ, എൻ്റെ റഫീഖ് നാട്ടിലുണ്ടായിട്ടാണ് എനിക്കത് അറിയാത്തത്. ഞങ്ങൾക്ക് അങ്ങനല്ലേ, കല്യാണം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോഴാണ് ഇക്ക പോയത്. 2.5 മാസമായിരിക്കണം കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് 3 മാസമല്ല 2.5 മാസമായിട്ട്. അപ്പോഴാണ് ഇക്കാൻ്റെ വിസയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് പിന്നെ ഒക്കെ പോയത്. ഞങ്ങൾക്കൊന്നും നല്ലപോലെ സംസാരിക്കാനോ. എനിക്കെന്ന് പറഞ്ഞാലേ റഫീഖ് ആദ്യം ഒരു കൊല്ലേ ഫോണൊക്കെ തന്നിക്കണ്. നിങ്ങൾ മുട്ടാടുക്കലൊക്കെ കഴിഞ്ഞിട്ടേ നല്ലോണം സംസാരിച്ചിക്കണേ. ഞങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഒരാഴ്ചൻ്റെ ഉള്ളിൽ കല്യാണം നടന്ന പോലല്ലേ, പെട്ടെന്നല്ലേ കാര്യങ്ങളൊക്കെ റെഡി ആയത്. ഞങ്ങളൊന്നും കൊണ്ട് എന്താ പറയല് ഒന്നും കൊണ്ട് അടുത്തറിഞ്ഞ് വന്നപ്പോത്തിന് ഇക്കാക്ക് പിന്നെ പോവാനുമായി. പിന്നെ ഫോൺ വിളിക്കും, ആ ഒരു തന്നെയാണ്. 3 കൊല്ലം നിന്നിലിപ്പോൾ അവിടക്ക. 2 കൊല്ലം കഴിഞ്ഞിട്ട് വരും എന്നിട്ട് പോയ ആളാണ്. 3 കൊല്ലം നിന്ന്. അപ്പേ ഉടനെ തന്നെ ഈ പെരയിലെ ഒരു കുഞ്ഞിക്കാല് പ്രതീക്ഷിക്ക അല്ലേ? ഇജ് കുട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടേ ഇക്ക പോയതിന്റെ ശേഷം എല്ലാരും പറഞ്ഞിരുന്നത് എന്തേന്ന്, വിശേഷം ഉണ്ടോ എന്നാണ് ചോദിച്ചിരുന്നത്. നമ്മളെ പെരേക്ക് പോകുമ്പോ പിന്നെ നമ്മളെ കുടുംബക്കാർക്കും കൂട്ടക്കാർക്കും പിന്നെ കല്യാണം കഴിഞ്ഞ പിന്നെ അതാണല്ലോ അറിയേണ്ടത്. എന്താ വിശേഷം ഉണ്ടോന്നെ. ആ ഒരു ഇതേന്ന്. ഇനിയിപ്പോ വന്നാ നോക്കിക്കൊണ്ട് എല്ലാരും അതന്നെ ആവും ചോദ്യം.
എന്തായി വിശേഷം ഉണ്ടോ, എന്തായി വിശേഷം ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യം മാത്രമാവും. അത് പിന്നെ സ്വാഭാവികമായിട്ടേ നമ്മളെ നാട്ടു നടപ്പാണല്ലേ, എല്ലാരും ചോദ്യം. ഇന്നോടനെ ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുമ്പോഴേ എല്ലാരും ചോദിക്കും എന്തായി, വല്ല വിശേഷം ഉണ്ടോ എന്നുള്ളത്. ചിലരോടൊക്കെ ഞാൻ പറയും പെരയില് നല്ല വിശേഷമാണ് എന്നുള്ളത്. എല്ലാ ഇപ്പൊ എന്താ ഓരോട് പറയാ, അത് നോക്കിയിട്ട് കാര്യത്താ. നമ്മളെ ആ നാത്തുംതാടൊക്കെ വരൂലേ, ഇന്നെ കാണാൻ തന്നെ ദേഷ്യാണ്. വന്ന് ഇപ്പോഴത്തെ കാലത്തൊന്നും പോകില്ലാണ് അവലെ. അത് ഇക്ക കൊടുന്ന സാധനങ്ങളൊക്കെ പിന്നിട്ടാണ് അവൻ പോവുക. ഒരുമാതിരി സ്വഭാവമാണ്, വെറുപ്പിച്ചിങ്ങാണ്ടാണ്. അവിടെ റൂമിൽ വന്നിട്ടാണ് അലമാറൊക്കെ തുറന്നു നോക്കണം. ദേഷ്യം വരും അതിന്റെ കാട്ടിക്കൂട്ടല് കാണുമ്പോ. എടി പെണ്ണെ, ഇമ്മ കേൾക്കണ്ട. ഇജേ നാത്തൂനെ താടകാന്ന് വിളിക്കണത്. നമുക്ക് ആകപ്പാടുള്ള ഒരു നാത്തൂനല്ലേ ഉള്ളൂ. കുറച്ചൊക്കെ നാത്തൂര് സഹിക്കണടി. ഇജൊന്നും അത്ര സഹിച്ചിട്ടില്ല. ഞാനേന്ന് മോളെ കല്യാണം കഴിഞ്ഞിട്ട് എന്റെ പൊന്നോ ആലോചിച്ചൂടാ എന്തോരം സഹിച്ചിക്കണേന്നറിയോ. അത്താ കറന്റ് പോയല്ലോ. ഞാൻ രാവിലെ മോട്ടർ ഇട്ടിക്കണം, അതുകൊണ്ട് പിന്നെ പേടിക്കാനില്ല. ഞാൻ പിന്നെ ഒന്നും പറയാനും ഉണ്ടാനൊന്നും പോകില്ല. ഇപ്പൊ വരുമ്പോഴും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടാ ഞാൻ അങ്ങോട്ട് മെയിൻ ചെയ്യാൻ കൊടുക്കലില്ല. നമ്മൾ വെറുതെ എന്തിനാ വെറുപ്പിക്കണത്. ഓരോരോ സ്വഭാവം എന്നും എടുത്തുങ്ങാണ്ട് നിൽക്കും. നമ്മൾ നേരാക്കിയാൽ നേരാവൂല. പിന്നെ ഓരും മനസ്സിലാക്കണം ഓരോ പോലത്തെ പെണ്ണുങ്ങൾ തന്നെയാണ് ഞമ്മളും എന്നുള്ളത്. ആ ഒരു ചിന്ത അവർക്ക് ഇല്ലാത്തടത്തോളം കാലേ പിന്നെ നമ്മളിപ്പോ എന്ത് പറഞ്ഞിട്ടാണ് കാര്യമില്ല. ഓളാണ് വണ്ടി ഏൽപ്പിച്ചിക്കണെന്ന് അമ്മ പറഞ്ഞത്. രാത്രി ഫുഡൊന്നും ഉണ്ടാക്കണ്ട, അങ്ങോട്ട് ചെല്ലാനല്ലേ പറഞ്ഞിരിക്കണത്. എടി ഈ പ്ലേറ്റ് ഒഴിവാക്കാനായിട്ടുണ്ട്, ഈ പ്ലേറ്റ് ഇനി വേണ്ട. ഇതെന്നും വിചാരിക്കും ഒഴിവാക്കണം എന്ന്. പിന്നെ നമ്മളമ്മ ഇവിടെ കൊടുന്നോടും ഒരു സാധനം ഒഴിവാക്കാനായിക്കൂല അമ്മ. കേടെന്നാലും അവിടെ ഇരുന്നോട്ടെ എന്ന് പറയും. ഇതെന്തിനാണ് അമ്മ ഇങ്ങനെ എടുത്തേക്കണത്. ഞാൻ മിഞ്ഞാന്ന് ആ റാക്കിന്റെ മോൾക്ക് എടുത്തുവെച്ച പ്ലേറ്റ് ചെയ്യുന്നത് അത് പിന്നെ ഇങ്ങോട്ട് എടുത്തിട്ട് അമ്മക്ക് ഈ പഴയത് കാണുമ്പോൾ ഭയങ്കര ഇതാ തോന്നും. അപ്പൊ എന്താ പറയാ. എടി റഫീഖ് വണ്ടി ഏൽപ്പിച്ച് തരുമോ? എനിക്ക് പോവാനുള്ള വണ്ടി അതോ ഓൻ കൊണ്ടാക്കി തരിക? ഒന്ന് രാവിലെ പോയതല്ലേ, പണിയുണ്ടോ എനിക്ക്? അത് കാക്കേ ഒരു ഓട്ടോറിക്ഷ ഏൽപ്പിച്ച് തന്നിക്കണ്, അതിൽ പോവാൻ പറഞ്ഞ്. കാക്കുന് പണിയുണ്ട്. ഓനോട് ഞാൻ പറഞ്ഞു ഇജ് പോരടക്കാനെ കൊണ്ടുവരാനേന്ന് അറിഞ്ഞ്. അപ്പൊ ഓൻ പറഞ്ഞു വേണ്ടത്ത പൊയ്ക്കോളി, ഇമ്മയും പൊയ്ക്കോളി, പിന്നെ കുഞ്ഞോള് വരണില്ലേന്നും പറഞ്ഞു. അങ്ങനെ എന്നോട് പറഞ്ഞു ഇക്ക അങ്ങോട്ട് തന്നെയല്ലേ വരണേന്നും പറഞ്ഞു. ഓനക്ക് പിന്നെ ആ വക ചൂടൊന്നുമില്ല. എടി ഇമ്മ ചായ കുടിച്ചിട്ടില്ല, ഇമ്മാന്റെ കടിയാണല്ലോ ഇവിടെ ഇരിക്കണത്. ഇമ്മ ചായ അടിക്കാതെ മുറ്റടിക്കാൻ പോയിക്കാണ്. ചായ ഇനി വേറെ കാച്ചേണ്ടി വരും. കഴിഞ്ഞ പെണ്ണാളെ നിങ്ങളെ പണി ഇതെന്തിനാണ് ഈ ചവിട്ടി അങ്ങോട്ട് നീക്കി ഇട്ടിക്കണത്? കഴിഞ്ഞമ്മ ഞാനേ നമ്മളെ കുഞ്ഞോൾക്കൊന്ന് വിളിച്ചു നോക്കട്ടെ, എപ്പോഴാണാവോ ആ പെൺകുട്ടി വരിക. നമുക്കിവിടെ 7 മണിയാകുമ്പോഴത്തേനും ഇവിടുന്ന് ഇറങ്ങണ്ടേ. ഓൾക്കൊന്ന് വിളിച്ചു നോക്കട്ടെ എന്താ പാടാണാവോ. ഓളല്ലേ വണ്ടി ഏൽപ്പിച്ചിരിക്കണത്. ചെറുതാണോ വലുതാണോന്ന് ഒന്നും പറയില്ല, നമ്മളെല്ലാരും കൊള്ളുവോന്ന് അറിയില്ല. എല്ലടി ഇജ് എപ്പോഴാ പോണത്? 10 മണിക്ക് വണ്ടി വരുമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഇപ്പൊ പോവാച്ചിട്ടാണ്. ഇക്ക് മാറ്റാനൊന്നും ചെയ്യാ, ഞാൻ മാറ്റിയൊക്കെ ചെയ്തിക്കണ്. എന്നാ പോവാനുള്ള കാര്യങ്ങൾ നോക്കൂടെ, പണി അയച്ചിട്ട്. താത്ത ഇത് നിങ്ങളെ കൊണ്ടുപോവാതിരിക്കാനുള്ള അടവാണോ? ഇന്നെ കൊണ്ടുപോവാതിരിക്കാനുള്ള അടവൊന്നും ആവൂലടി. ചിലപ്പോൾ വണ്ടി ചെറുതാണോന്ന് വിളിച്ച് ചോദിച്ചതാവും. അല്ല വണ്ടി ഏൽപ്പിക്കുമ്പോൾ പറയൂലേ ഇത്ര ആൾക്കാരുണ്ട് എന്നുള്ളത്, ഉമ്മാക്കറിയില്ല നിങ്ങളും പോകുന്നുള്ളത്. എനിക്ക് നല്ല ഡൗട്ടുണ്ട് താത്ത, ഇത് നിങ്ങളെ കൊണ്ടുപോവാതിരിക്കാനുള്ള അടവാണ് ഉമ്മയും മോളും കൂടിയെന്ന്. അല്ലെങ്കിൽ ഉമ്മാക്ക് റഫീഖാക്കാനോട് പറഞ്ഞാൽ പോരായിരുന്നു വണ്ടി ഏൽപ്പിക്കാൻ. അവിടെ കിടക്കണ കുഞ്ഞോളോട് പറയേണ്ട ആവശ്യമുണ്ടോ? അത് കുഞ്ഞോൾ ഇങ്ങോട്ട് പറഞ്ഞതാണാലാ വണ്ടി ഏൽപ്പിച്ചോളാന്നുള്ളത്. ഞാൻ ഉമ്മാനോട് ആദ്യം അങ്ങനെ പറഞ്ഞിരുന്നത് റഫീഖിനെ ഏൽപ്പിച്ചോളി എന്നുള്ളത്. അപ്പൊ കുഞ്ഞോൾ ഇങ്ങോട്ട് പറഞ്ഞതാണല്ലോ അമ്മ ഞാൻ വണ്ടി ഏൽപ്പിച്ചോളാം. അവിടുത്തെ അയൽവാസിയത്തെ ഏതോ ചെക്കൻ ഡ്രൈവറായിട്ടുണ്ട്, വണ്ടി ചാർജ് കുറവോ വാങ്ങുള്ളൂ എന്നൊക്കെ പറഞ്ഞ്. പിന്നെ നമ്മളെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വീകരിക്കൂലല്ലോ. ചിലപ്പോൾ വണ്ടി ഏൽപ്പിച്ചിക്കണമെന്ന് വിളിച്ചു ചോദിക്കാനാവും. എന്തായാലും വണ്ടിയില്ല. അല്ല കുഞ്ഞോളെ ഇജ് എപ്പോഴാ വരവ്? എൻ്റെ താത്ത അതാ കുറ്റിയും പറിച്ച് നിൽക്കണ്. വരണം പറഞ്ഞങ്ങാണ്ട് ഞാൻ എങ്ങനെ മുഖത്ത് നോക്കി പറയാം വരണ്ടാന്നുള്ളത്? ഇജ് എപ്പോഴാ വരവ്? എന്നോട് ഞാൻ പറഞ്ഞില്ലേ രാവിലെ അങ്ങോട്ട് വായോ എന്നുള്ളത്.
അതെങ്ങനെ? ഞാൻ പറഞ്ഞതൊന്നും എൻ്റെ ചെവി കേൾക്കൂല. ഒക്കെ എൻ്റെ ഇഷ്ടമാണല്ലോ. എന്നോട് ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഇങ്ങോട്ട് പോരേന്നുള്ളത്. എന്നാ പിന്നെ ഇനിയും സംശയം ഉണ്ടാവില്ല, അന്യ സംശയം ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ തരികിട പറഞ്ഞാണ്ട് നമുക്ക് അങ്ങോട്ട് പോവായിന്ന്. ഞാൻ ഇപ്പം അടുക്കളേന്നേ വെറുതെ ഒരു സൂചന കൊടുത്തേക്കണ്. കുഞ്ഞോൾക്കൊന്ന് വിളിച്ചു നോക്കട്ടെ, വണ്ടി ചെറുതാന്ന് പറഞ്ഞിന്, എല്ലാവർക്കും കൂടി കൊള്ളുമോന്നുള്ളത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഏൽപ്പിച്ചോന്നുള്ളത്. ഇല്ല, റഫീഖിനോട് വണ്ടി ഏൽപ്പിക്കാൻ പറഞ്ഞിക്കണെന്നല്ല ഞാൻ പറഞ്ഞിക്കണത്, എന്നോട് വണ്ടി ഏൽപ്പിക്കാൻ പറഞ്ഞിക്കണെന്നാ പറഞ്ഞിക്കണത്. എൻ്റെ അയൽവാസിയിലുള്ളേ ആ ചെക്കനെ വിളിച്ച് വരാൻ പറഞ്ഞിക്കണെന്ന് ഞാൻ പറഞ്ഞിക്കണത്. അതിന് വണ്ടി ചാർജ് കുറവാണ്, അപ്പോൾ ഓൾ അതിനെ വിളിച്ചോളൂ എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. വണ്ടി ഇപ്പൊ കിട്ടാൻ പണിയോ നീ റഫീഖിനോട് പറഞ്ഞ, റഫീഖിന്റെ കൂട്ടുകാരന്മാരുടെ അടുത്ത് ഇഷ്ടം പോലെ വണ്ടി ഉണ്ട്. ഇൻ്റെ ആളൊരു കാര്യം ചെയ്യേ, ഞാനേ ഓളോട് പറഞ്ഞോളാം, എനിക്ക് വണ്ടി കിട്ടിയിട്ടില്ല, ചെറിയൊരു വണ്ടിയാണ് കിട്ടിയിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ തരികിട പറഞ്ഞോളാം. ഇജ്ജ് അതിൻ്റെ ഇടക്കൊന്ന് മേം വരാൻ നോക്ക്. ഇജ്ജ് ഇങ്ങനെ നിന്നട്ടാ ഞേ കൊഞ്ഞാൻ ഇജ്ജ് ഇന്നക്കോ നാളെക്കോ എന്നിട്ട് എൻ്റെ അമ്മായിമാർക്ക് എല്ലാ പണിയും കേച്ച് വെച്ചിട്ട് പോരാൻ നിൽക്കണ്ട. മനസ്സിലായില്ലേ? കുട്ടീൻ്റെ സ്കൂളിൽ ലീവ് പറഞ്ഞാളോ, ഓൻ വന്നിട്ട് പെട്ടി പൊട്ടിച്ചിട്ട് പോവാം. ഞാനൊക്കെയുള്ളതൊക്കെ ഓള് വേണമെന്നുണ്ടെങ്കിൽ ഓളെ പെരേക്ക് കൊണ്ടുപോകും. ഓളെ എനിക്കറിയില്ല. ഇനി വന്നിട്ടുണ്ടെങ്കിൽ ആ കൊഞ്ചിക്കൊയ്യൽ കാണാനാണ് വെച്ചാത്തത്. കഥ കൊണ്ട് കാണുമ്പോത്തിന് വിളിച്ച് കയറും. ഒരുമാതിരി ഒരു കൊഞ്ചിക്കൊയ്യലാണ്. പിന്നെ അതൊക്കെ പോട്ടെ, ഷെറീനൊന്ന് പോവുകയാണാല. ഷെറീന നാളെ രാവിലെ വരുന്ന പറഞ്ഞത്. ഓള് വരാൻ നിൽക്കല്ലേ മൂത്തച്ഛന്മാരെ കൊണ്ടുവരാന്. ഓളുണ്ട് പറയണു ഞാനൊന്നും വരണില്ല എന്നുള്ളത്. പിന്നെ ഓൻ കണ്ടിട്ടില്ലല്ലോ, ഇളച്ചിനെ കണ്ടിട്ടില്ല. ഓൻ പോയതിൻ്റെ ശേഷല്ലേ കല്യാണം കഴിഞ്ഞിരിക്കണത് റഫീഖിന്റെ. ഞാൻ പറഞ്ഞിട്ടുണ്ട് മേം വന്നോണ്ടി, നാളെ രാവിലെ വന്നോണ്ടിന്ന്. ഓളമ്മാനായിട്ട് എന്താ ആസ്പത്രിയിൽ പോവാനാ അങ്ങനെ എന്തോന്ന് പറഞ്ഞു. എന്നാ ഞാൻ ശരി വെക്കുകയാണ്, ഇങ്ങോട്ട് മേം വരാൻ നോക്ക്. കുട്ടീൻ്റെ സ്കൂൾ ലീവാക്കി കളട്ടാ. ഇനി നാളെ തന്നെ മണ്ടാൻ നിൽക്കണ്ട. എന്തൊക്കെ ടാങ്കിന്റെ പൊടിയും പാൽപ്പൊടിയും അങ്ങനെ എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിന്ന് ഓന്. 2 എമർജൻസി ഒക്കെ കൊണ്ടുവരാൻ പറഞ്ഞിരിക്കണ്, അതിലൊന്ന് അനക്കാന്ന് പറഞ്ഞിരിക്കണ്. പിന്നെ ഫോണൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിന്ന്. എന്താ പാടാണോ വെച്ച് വന്നു നോക്ക്. ഷെരീഫ ഇന്റെ പൊന്നാര മക്കളെ, നമ്മൾ പെട്ടിയിലാകെ. നിങ്ങളെ നാത്തൂന്റെ പണിയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പൊ നേരെ ഞാൻ വിളിച്ചപ്പോഴാണല്ലോ ഓള് പറയണത്. ഓള് രാവിലെ എന്നോട് വിളിച്ച് പറയാന്നുണ്ടെങ്കിൽ നമ്മൾ റഫീഖിനെ കൊണ്ട് വേറെ വണ്ടി ഏൽപ്പിക്കൂലായിന്നാ. ഇപ്പൊ ഓൾക്ക് ചെറിയ വണ്ടിയാണാലോ കിട്ടിയിരിക്കണത്. ആകെ 2-3 ആൾക്കാർക്ക് പോകാൻ പറ്റിയ വണ്ടിയാണ് കിട്ടിയിരിക്കണതെന്ന് ഓള് പറഞ്ഞത്. അതിലിപ്പോ എല്ലാരും കൂടി എങ്ങനെ പോവാന്നപ്പൊ ഞാൻ ചിന്തിക്കണത്. ഇന്നെ കണ്ടില്ലാന്നുണ്ടെങ്കില് ഓനക്ക് അതൊരു ഇടങ്ങറാവും. ആ പ്ലേറ്റ് ഇറങ്ങുമ്പോ തന്നെ ഓനക്ക് ഇന്നെ കാണണം. അത് കണ്ടില്ലാന്നുണ്ടെങ്കിൽ ഓനക്ക് ഇന്റെ കുട്ടിക്ക് ഇടങ്ങറാവൂലേ? ഇക്കും തന്നെ ഓനെ കാണാൻ പൂതി അയക്കണ്. ഇനിയിപ്പൊ എന്താണ് ഞാൻ ആലോചിക്കണ്. റഫീഖിന് ഇപ്പൊ ഞാൻ വിളിച്ചിന്ന്, അപ്പൊ ഓനും പറഞ്ഞ് വണ്ടി ഒന്നും ഇല്ല എന്നുള്ളത്. അല്ലെ ഓന്റെ കൂട്ടുകാരന്മാരുടെ അടുത്ത് വണ്ടി ഉണ്ടാവുമല്ലോ. അത് സാരല്ലമ്മ, നിങ്ങൾ പൊയ്ക്കോളി, ഇക്കങ്ങണ്ടന്നല്ലേ വരണത്. ഇന്നാലേ ഇമ്മാന്റെ കുട്ടി ഒരു കാര്യം ചെയ്യ്, ഇമ്മാന്റെ കുട്ടി ഇവിടെ നിൽക്കിട്ടോ, ഞങ്ങൾ പോയി കൊണ്ടുവരാം. ഇങ്ങോട്ട് തന്നെയല്ലേ വരണത്, വേറെ ഒടുക്കല്ലേ വരണത്. അല്ല, ഇന്റെ കുട്ടിക്ക് പോണെന്നുണ്ടെങ്കിൽ പോയിക്കോ, ഇമ്മ എന്നാ വരണില്ല. ഞാൻ ഓനോട് കാര്യം പറഞ്ഞ് മനസ്സിലായിക്കൊണ്ട്. വേണ്ടമ്മ, ഇക്ക് താല്പര്യം നീയെ പോവാനേ, നിങ്ങൾ പോയിട്ട് പോരി. നമ്മേ നോക്ക്. എല്ലടി ഇജ് ഇങ്ങനെ വായും പൊളിച്ച് തൊള്ളിയും തുറന്ന് നിന്നാ. എൻ്റെ ഉമ്മാക്ക് ആസ്പത്രി പോണെന്നല്ലേ ഇജ് പറഞ്ഞിരുന്നത്? അത് ഇജ് വെറുതെ പറഞ്ഞതാണാ ആസ്പത്രി പോവാണ്ടെന്നുള്ളത്? നാളെ രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നോണ്ടിട്ടാ. അന്നെ കാണാത്തതാണ്. അപ്പൊ നാളെ രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നോണ്ടി. ആ പെട്ടി പൊളിക്കുമ്പോത്തിന് ഇങ്ങോട്ട് വന്നോണ്ടി. ഇനി അവിടെ ചെന്നിട്ട് വിളിച്ച് പറയാൻ നിൽക്കണ്ട ഇമ്മ ഞാൻ വരണിയാന്നുള്ളത്. മേം പോവാൻ നോക്ക്. അപ്പൊ അമ്പറന്നോൾക്ക് ഇജ് ചെന്നിട്ട് വേണ്ട ആസ്പത്രി പോവാന്. ഞാൻ എന്തിനാ മങ്ങളോട് വെറുതെ പറയണത്? ഉമ്മാക്ക് വയ്യാഞ്ഞിട്ട് തന്നെയാണ്. കാക്ക് വണ്ടി ഏൽപ്പിച്ച് 10 മണിക്കാ വരുള്ളൂ എന്ന് പറഞ്ഞ്, അപ്പൊ പോവാച്ചിട്ടാണ്. വണ്ടി ഇല്ലാതെ ഞാൻ എങ്ങനെ പോവാനാ? അല്ലെങ്കിൽ പറഞ്ഞ ഞാൻ വല്ലാതെ പറഞ്ഞയക്കും. മോളിങ്ങനെ കെഞ്ചിട്ടി വരാൻ നിൽക്കണം. ഞാൻ പറഞ്ഞില്ല താത്ത, ഇത് ഇമ്മി മോളും കൂടെ ഇങ്ങളെ കൊണ്ടാവാതിരിക്കാനുള്ള അടവാണ്. ഭയങ്കര സാധനമാണ്. മറ്റേ സാധനത്തിന്റെ മൂപ്പിക്കലാവും. ഒരു കൂട്ടുകുടുംബത്തിൽ നിൽക്കുമ്പോഴേ പലതും സഹിക്കണടി. എനിക്കിപ്പോഴൊന്നും മനസ്സിലാവില്ല, കുറെ കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. പുതുക്കല്ലേ. ഞാൻ എൻ്റെ ഉമ്മാക്കൊന്ന് വിളിക്കട്ടെ. പാവാണ്, എന്തോരം ആശിച്ചിപ്പോ ഇക്കാനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്.
ചോയ് സാധനാണ്. എന്ത് ഇമ്മയും കുഞ്ഞോളും ഇങ്ങനെ